നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് വാർഷിക അവധി നേരത്തെയാക്കുന്ന പദ്ധതിക്ക് യുഎഇയിൽ തുടക്കമായിരിക്കുകയാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം, നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഏർലി ലീവ് പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭ്യമാകുന്നത്. കൊറോണ വ്യാപനത്തെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തി വരുന്നത്. ആയതിനാൽ തന്നെ യുഎഇയിൽ കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഈ ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് അനുവദിക്കാനാണ് അധികൃതർ ഇതിനോടകം തന്നെ ലക്ഷ്യമിടുന്നത്. തുടർന്ന് വാർഷികാവധി ആവശ്യമായ തീയതികൾ അറിയിക്കാൻ ജീവനക്കാരോട് തൊഴിലുടമ ആവശ്യപ്പെടുകയും ചെയ്യണം. അതല്ലെങ്കിൽ തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും പരസ്പര ധാരണയിൽ വേതനമില്ലാത്ത അവധി നൽകുകയും ചെയ്യാവുന്നതുമാണ്. അതേസമയം പ്രയാസമേറിയ സമയത്ത് പ്രവാസികളെ സഹായിക്കാനും നാട്ടിലേക്ക് മടങ്ങാനുമുള്ള അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് യുഎഇ ഭരണകൂടം ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാനയാത്രാ വിലക്ക് കൂടി നീങ്ങിയതിനു ശേഷമേ പ്രവാസികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനാകൂ എന്നാണ് സൂചന. ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടുമിക്കവർ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളെ പൊതുവെ ആശ്രയിച്ചു പോരുന്നു. ആയതിനാൽ തന്നെ മാർച്ച് 25-നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും മാർച്ച് 22 തുടങ്ങി ഇന്ത്യ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുൾപ്പെടെ രാജ്യാന്തര വിമാനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്ക് നീങ്ങിയാൽ മാത്രമേ ഒട്ടുമിക്ക പ്രവാസികൾക്കും നാട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് മരണങ്ങൾ കൂടി വരികയാണ്. ഒപ്പം യുഎഇയിൽ ഇന്ന് മണിക്കൂറുകൾക്കിടയിൽ 2 പേരുടെ മരണമാണ്. 2 പ്രവാസി മലയാളികളുടെ മരണം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാൻ ഈ സാഹചര്യം കണക്കിലെടുത്ത് ഒട്ടുമിക്ക പ്രവാസികളും നാട്ടിലേക്ക് വരുമെന്നാണ് അധികൃതർ വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.